ഗൈസ് വന്ന് ഇപ്പോൾ ഇൻഫിനിക്സ് പോലും അവരുടെ പ്രീമിയം സ്മാർട്ട് ഫോൺസ് ഇറക്കി തുടങ്ങി. ഇത് കണ്ടു നിങ്ങൾ 4K 60fps. ഇത് ബാക്ക് ക്യാമറയിലാണ് ആൻഡ് ഫ്രണ്ട് ക്യാമറയിൽ പോലും 4K 60fps. വെൽ എക്സൈറ്റഡ് ആവാൻ വരട്ടെ, ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഇതാണ് ഇൻഫിനിക്സിന്റെ ഏറ്റവും പുതിയ 040 5G. ഫ്രണ്ടിൽ തന്നെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് 4K ഫ്രണ്ട് ആൻഡ് റിയർ റെക്കോർഡിംഗ് എന്ന്. ഒരു കാര്യം പറയാലോ, നോർമലി നമ്മൾ കാണുന്ന ഇൻഫിനിക്സ് ഫോണുകൾ അപേക്ഷിച്ച് എന്തോ ഒരു മാറ്റം ഈ ഒരു ഫോണിലുണ്ട്. വെൽ അതിന്റെ ഒരു കാരണം ഇതിന്റെ ഡിസൈൻ തന്നെയാണ്. ശരിയാണ്, വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു രീതിക്കാണ് ഇപ്രാവശ്യം ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ കളർ ആക്ച്വലി കൊള്ളാം. ഇത് വയലറ്റ് ഗാർഡൻ എന്നാണ് പറയുന്നത്. നമ്മുടെ മോട്ടോറോള ഫോണുകളിൽ നിങ്ങൾ പാൻടോൺ കളറുകൾ കാണില്ലേ, അതേപോലെ ഒരു കമ്പനിയാണ് WGSN. ആ WGSന്റെ ടോപ്പ് ട്രെൻഡിങ് കളർ ഓഫ് 2025 ആണ് ഈ ഒരു വയലറ്റ് ഗാർഡൻ എന്ന് പറയുന്നു. എന്തായാലും കൊള്ളാം, നല്ലൊരു മാറ്റ് ഫിനിഷ് ആണ്. ഇത് ഇവിടെയായിട്ട് റൗണ്ട് ഷേപ്പിൽ ക്യാമറ മൊഡ്യൂൾ ഉണ്ട്. അതിന്റെ ചുറ്റും ഒരു തിളങ്ങുന്ന റിംഗ് ഉണ്ട്. ആൻഡ് ഫോണിന്റെ ചുറ്റുമുള്ള ഫ്രെയിംസ് എല്ലാം നിങ്ങൾക്ക് ആ ഒരു മെറ്റാലിക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിൽ കർവ്ഡ് ആയിട്ടുള്ള ഫോണാണ്. കയ്യിലെടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് മാസ് അല്ലെങ്കിൽ ഒരു ഡെൻസിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഫോണിന് 195 ഗ്രാം മാത്രമേ വെയിറ്റ് ഉള്ളൂ. 7.9 മില്ലിമീറ്റർ മാത്രമേ തിക്നെസ് ഉള്ളൂ. സോ സ്ലിം ആയിട്ടുള്ള എന്നാൽ കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീൽ തരുന്ന ഒരു ഫോൺ. സോ ബാക്കിൽ നിങ്ങൾക്ക് 4 ക്യാമറ മൊഡ്യൂൾസ് കാണാം. ഇതിൽ പ്രൈമറി ക്യാമറ 108 മെഗാ പിക്സലിന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ക്യാമറയാണ്. ആൻഡ് യെസ്, അതിൽ നിങ്ങൾക്ക് 4K 60fps വീഡിയോസ് ഷൂട്ട് ചെയ്യാം. ഇൻഫിനിക്സ് ആയതുകൊണ്ട് ഞാൻ ഒരു ആവറേജ് വീഡിയോ ക്വാളിറ്റിയാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ സർപ്രൈസിംഗ്ലി ഇവിടെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നല്ല രീതിയിൽ തന്നെ ആ ഒരു കളേഴ്സും സ്കിൻ ടോൺസും കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തിട്ടുണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇലക്ട്രിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിലും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഒന്നുമില്ല. ബട്ട് ഡീസെന്റ്ലി വലിയ ജെർക്കൊന്നും ഇല്ലാത്ത രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. അതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ ഉണ്ട്. ഈവൻ അൾട്രാ വൈഡ് ക്യാമറയിൽ നിങ്ങൾക്ക് 4K 60fps വീഡിയോസ് ഷൂട്ട് ചെയ്യാം. ഫ്രണ്ട് ക്യാമറ ഇത് 50 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ്. ആൻഡ് ഫ്രണ്ടിലും 50 മെഗാ പിക്സൽ ക്യാമറയിൽ നിങ്ങൾക്ക് 4K 60fps വീഡിയോസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് ഫ്രണ്ട് ക്യാമറയിൽ നിന്നും വരുന്നത്. വീഡിയോ ക്വാളിറ്റിയിൽ ഇംപ്രൂവ്മെന്റ് വരുത്തിയതിൽ വളരെയധികം സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം കഴിഞ്ഞ വീഡിയോസിലെല്ലാം തന്നെ നമ്മൾ ഫീഡ്ബാക്ക് ആയിട്ട് പറഞ്ഞിരുന്നത് വീഡിയോസ് ഇംപ്രൂവ് ചെയ്യണമെന്നായിരുന്നു. ഫോട്ടോസിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല എങ്കിലും ഇപ്രാവശ്യം ഫോട്ടോസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ അതും അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഞാൻ കുറച്ച് ഫോട്ടോ സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല പോലെ തന്നെ ആ ഒരു കളേഴ്സും HDR-ഉം ലൈറ്റും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. ഈവൻ ഹ്യൂമൻ സബ്ജക്ട്സ് ആണെങ്കിൽ പോലും നാച്ചുറൽ ടോൺ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് പ്രൈമറി സെൻസറിനെ ക്രോപ്പ് ചെയ്തൊരു 2x പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ആൻഡ് പോർട്രേറ്റ് മോഡ് ഡീസെന്റ് എന്ന് പറയാൻ വേണമെങ്കിൽ, കാരണം സ്കിൻ ടോൺസ് പോർട്രേറ്റ് മോഡിൽ ചെറിയ രീതിയിൽ പാളുന്നുണ്ട് എന്ന് മാത്രമല്ല എഡ്ജ് ഡിറ്റക്ഷൻ പലപ്പോഴും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ആവുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ പാളുന്നുണ്ട്. സോ പോർട്രേറ്റ് മോഡിന്റെ വലിയൊരു ഫാൻ അല്ല എങ്കിലും പ്രൈമറി ക്യാമറയിൽ നോർമലി എടുക്കുന്ന ഫോട്ടോസ് നല്ലതാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ കാണിച്ച ഫോട്ടോ എല്ലാം വാട്ടർ മാർക്കിൽ ഗോപ്രോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു ഗോപ്രോ ആയിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗോപ്രോയുടെ ക്വിക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനുള്ളിലുണ്ട്. അതായത് ഗോപ്രോ ആയിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കണക്ട് ചെയ്യാമെന്നും ബിൽറ്റ് ഇൻ ആയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്നും ഈവൻ ക്യാമറ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഒരു ഗോപ്രോ മോഡ് കാണാം. നിങ്ങളുടെ കയ്യിൽ ഒരു ഗോപ്രോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. അൾട്രാ വൈഡ് ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് നോക്കിയാലും അവിടെ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കളേഴ്സ് മാനേജ് ചെയ്യുന്നുണ്ട്. ഹൈ ഡൈനാമിക് റേഞ്ചും കുഴപ്പമൊന്നുമില്ല. ആൻഡ് അൾട്രാ വൈഡ് ഫോട്ടോസ് ആർ ആക്ച്വലി ഗുഡ്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് സൂപ്പർ മാക്രോ ഫോട്ടോസും എടുക്കാൻ പറ്റും. ആൻഡ് മാക്രോ ഫോട്ടോസ് എനിക്ക് ആക്ച്വലി ഇഷ്ടമായിട്ടും ആ ഒരു മാക്രോ ഫോട്ടോസിലെ കളേഴ്സ് ഞാൻ പ്രതീക്ഷിച്ച ഒരു മോശം മാക്രോ ഫോട്ടോ ആണെങ്കിലും ഔട്ട്പുട്ട് കാണുന്നത് പോലെ ഇറ്റ്സ് ഇംപ്രസീവ്. നല്ലൊരു മാക്രോ ഫോട്ടോ ആണ് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോഴും എനിക്ക് ഈ ഒരു ഇൻഫിനിക്സിന്റെ ആ ഒരു ക്യാമറ ഇന്റർഫേസ് ഇഷ്ടമല്ല. എല്ലായിടത്തും കാണുന്ന സകലയിടത്തും ഈ ഒരു AI ഇട്ടിട്ടുണ്ട്. AI ക്യാമറ AI എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ട്. ആ ഒരു ഇന്റർഫേസ് എനിക്ക് വലിയ താല്പര്യമില്ല എങ്കിലും ഇതിനകത്ത് മറ്റേ ബ്യൂട്ടിഫിക്കേഷൻ മോഡ്സും മറ്റേ ശരീരത്തിനെ കൂട്ടുക കുറയ്ക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ഓവറോൾ ഫോർ ദ പ്രൈസ് പോയിന്റ് ഫോട്ടോസ് ആർ ആക്ച്വലി ഗുഡ്. ഇനി സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ ഇതൊരു 144 ഹെർട്സിന്റെ ഒരു 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. ഫുൾ HD പ്ലസ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 1300 നിറ്റ്സിന്റെ ഒരു ബ്രൈറ്റ്നസ് ആണുള്ളത്. ഞാൻ ബൈ ഡിഫോൾട്ട് ഈ സാധനം വെയിലത്ത് കൊണ്ടുപോയപ്പോൾ എനിക്ക് വലിയ ബ്രൈറ്റ്നസ് ഫീൽ ചെയ്തില്ല. പിന്നെയാണ് ഞാൻ ഒരു കാര്യം കണ്ടത്, ഇതിനകത്ത് ഡിസ്പ്ലേക്ക് അകത്തുണ്ടല്ലോ, ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഹൈ ബ്രൈറ്റ്നസ് മോഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് നിങ്ങൾ ഓൺ ആക്കി ഇടണം. എങ്കിൽ മാത്രമേ സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റിൽ ഹൈ ബ്രൈറ്റ്നസ് മോഡിലേക്ക് പോകുള്ളൂ. അത് ഓൺ ആക്കാത്ത പക്ഷം നിങ്ങൾക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ചിലപ്പോൾ കാണൂല. സോ അത് ഓൺ ആക്കി കഴിഞ്ഞാലേ ഡയറക്റ്റ് സൺലൈറ്റിൽ വിസിബിലിറ്റി ഉണ്ടാവുള്ളൂ. ഇത് ഒരു HDR സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. 10 ബിറ്റ് കളേഴ്സ് ഉണ്ട്. വൈഡ് P3 കളർ ഗ്യാമറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അത്യാവശ്യം ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് ഒന്നും എനിക്ക് യാതൊരു പ്രശ്നവും തോന്നിയില്ല. നല്ല പഞ്ചി ആയിട്ടുള്ള വിവിഡ് ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ കാണാനായിട്ട് പറ്റുന്ന രീതിക്കുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ആൻഡ് ഡിസ്പ്ലേയുടെ മുകളിൽ നിങ്ങൾക്ക് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. TUV റെയിലിന്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഐ പ്രൊട്ടക്ഷൻ മോഡും കൂടി ഇതിനകത്തുണ്ട്. ബാക്ക് സൈഡ് കാണാൻ നല്ല രസമുണ്ടെങ്കിലും ഇതിന്റെ കൂടെ ബോക്സിനകത്ത് വരുന്ന കേസ് ഉണ്ടല്ലോ, അതും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു ലെതർ ഫിനിഷ് കണ്ടില്ല. താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലാസ്റ്റിക്, എന്നാൽ ഇവിടെ ആയിട്ട് ലെതർ ഫിനിഷ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു മാഗ്നറ്റിക് ചാർജിങ് അഥവാ മാഗ്സേഫ് പോലത്തെ ചാർജിങ്ങിന്റെ ഒരു പരിപാടിയും കൊടുത്തിട്ടുണ്ട്. സോ ഇത് നിങ്ങളിങ്ങനെ ഫോണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാഗ്നറ്റിക് ചാർജർ ഉണ്ടെങ്കിൽ അതിലേക്ക് കുത്തി വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാം. ഈവൻ എന്താ പറയുക, നോർമൽ വയർലെസ് ചാർജറിലായാലും വർക്ക് ചെയ്യും. ആൻഡ് കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് നിങ്ങൾ വേറെ സ്ക്രീൻ ഗാർഡ് തപ്പി പോകേണ്ട ആവശ്യമില്ല. അത് ടെമ്പേർഡ് ഗ്ലാസ് ഓൾറെഡി നിങ്ങൾക്ക് ബോക്സിനകത്ത്
ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈവൻ ഒട്ടിക്കേണ്ട ആ ഒരു സ്പോഞ്ചും സ്പോഞ്ചല്ല ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതേപോലെ ബോക്സിനകത്ത് നിങ്ങൾക്ക് ഒരു സിം എജക്ടർ ടൂള്, യൂസർ മാനുവലും വാറന്റി കാർഡും, ഒരു ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിളും, ഇൻഫിനിക്സിന്റെ 45 വാട്ടിന്റെ ടൈപ്പ് എ ചാർജറും, 256 GB സ്റ്റോറേജ് വേരിയന്റ് ആണ് എന്റെ കയ്യിലുള്ളത്. 512 GB വേരിയന്റും ഉണ്ട്. എന്തായാലും UFS 3.1 സ്റ്റോറേജ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വെൽ റാം നോക്കുവാണെങ്കിൽ 12+6 GB കാണാം. ബട്ട് ലിറ്ററലി ഇതിനകത്ത് 12 GB റാം ആണ് ഉള്ളത്. ആൻഡ് LPDDR4X റാം ആണ്. പക്ഷേ പെട്ടിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 24 GB റാം എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് യോജിക്കാനായിട്ട് പറ്റാതെ. ഇത്രയും അക്ഷരത്തിൽ 24 GB എന്ന് എഴുതിയിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഈസ് വിർച്വൽ റാം, അല്ലെങ്കിൽ റാം എക്സ്പാൻഷൻ ആണ്. ദാറ്റ് ഈസ് നോട്ട് ആൻ ആക്ച്വൽ റാം. അത് ജസ്റ്റ് ഒന്ന് നമ്പേഴ്സ് പെരുപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ്. 12 GB റാം ആണുള്ളത്. ഇനി പെർഫോമൻസ് വൈസ് നിങ്ങൾക്ക് ഇതിനകത്ത് മീഡിയാടെക്കിന്റെ Dimensity 8200 അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. ഇത് ഒരു 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. ആൻഡ് ഇത് ആക്ച്വലി ഒരു പെർഫോമൻസ് ആൻഡ് പവർ സേവിങ് അല്ലെങ്കിൽ പവർ എഫിഷ്യൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. നോർമൽ ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ചിപ്സെറ്റ് ആണ്. ഡേ ടു ഡേ ടാസ്കുകൾക്കൊന്നും യാതൊരു പ്രശ്നവും വരാത്തൊരു ചിപ്സെറ്റുമാണ്. ആൻഡ് ബാറ്ററിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ചെറിയ ഫോണിനകത്ത് നിങ്ങൾക്ക് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഞാൻ കാണിച്ച പോലെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ബാക്ക് സൈഡിലുള്ള വയർലെസ് ചാർജിങ് ഉണ്ടല്ലോ, ഇത് 20 വാട്ടിന്റെ ഫാസ്റ്റ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് റിവേഴ്സ് വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊരു വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ ഇതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കണ്ടില്ലേ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ചെയ്യാൻ പറ്റും. ഇനി ഈ ഫോണിന്റെ അത് നിങ്ങൾക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. താഴെയായിട്ട് നിങ്ങൾക്ക് സ്പീക്കർ കാണാം, മുകളിലായിട്ട് നിങ്ങൾക്ക് സ്പീക്കർ ആണ്. അവിടെ JBL എന്ന് എഴുതിയിട്ടുണ്ട്. സൗണ്ട് ബൈ JBL ആണ്. ടെസ്റ്റ് ചെയ്യാം. സോ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വലി സൗണ്ടിങ് ആയിട്ടും അത്യാവശ്യം നല്ലൊരു ട്രബിളും ചെറിയ രീതിയിലൊരു ബേസും ഒക്കെ ഫീൽ ചെയ്യുന്ന പോലത്തെ ഒരു സ്പീക്കേഴ്സ് ആണ്. സോ സ്പീക്കർ ക്വാളിറ്റി ഈസ് ഓൾസോ ഗുഡ്. ആൻഡ് ചാർജിങ്ങിൽ TUV റെയിലൻഡ് സർട്ടിഫൈഡ് ചാർജിങ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും സൗണ്ടിന്റെ കാര്യത്തിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് DTS ഹൈറസിന്റെ സപ്പോർട്ടും ഈവൻ ഹൈറസ് വയർലെസിന്റെ സപ്പോർട്ടും ഉണ്ട്. ടാപ്പ് ആൻഡ് പേ ഫീച്ചർ യൂസ് ചെയ്യാം. യെസ്, ഇതിനകത്ത് NFC ഉണ്ട്. ഈവൻ നിങ്ങൾക്ക് IR റിമോട്ടിന്റെ ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇനി Wi-Fi 6E സപ്പോർട്ടും ഉണ്ട്. വൈഡ് L1+ സർട്ടിഫിക്കേഷനും ഉണ്ട്. ഇനി നമുക്ക് ഇൻഫിനിക്സിന്റെ AI വരാം. സോ നോർമലി ഇൻഫിനിക്സ് ഫോണുകളുടെ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, ഇൻഫിനിക്സിൽ AI എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പേരിന് മാത്രമേ ഉള്ളൂ. ഈവൻ നിങ്ങളിപ്പോൾ കണ്ടില്ലേ AI ഗാലറി എന്നുണ്ട്, പക്ഷേ അതിനകത്ത് AI ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഉണ്ടാവാറില്ല. ബട്ട് ഇപ്രാവശ്യം ഞാൻ AI ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴെയായിട്ട് എഡിറ്റ് ഓപ്ഷൻ ഇല്ലേ, അതിനകത്ത് നിങ്ങൾക്ക് AI ഇറേസർ കാണുന്നുണ്ട്. സോ ഞാൻ AI ഇറേസർ ചൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സാധനം ഞാൻ എൻ്റെ ഞാൻ സർക്കിൾ ചെയ്യുവാണ്. സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി എൻ്റെ ആ ഒരു ബോഡി ഫുള്ള് സെലക്ട് ആവേണ്ടതാണ്. ഇത് അങ്ങനെ സെലക്ട് ആവുന്നില്ല, മറിച്ചത് കുറച്ച് നേരം ഇങ്ങനെ ലോഡിങ് എടുത്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു ചുറ്റിയ സ്ഥലം മാത്രമാണ് എന്തോ ആവുന്നത്. ഞാൻ ഇനിയിപ്പോൾ എന്നെ ഫുള്ളായിട്ട് എറേസ് ചെയ്ത് കളയാനായിട്ട് ഞാൻ എന്നെ മുഴുവനായിട്ട് സെലക്ട് ചെയ്യുവാണ്. സോ ഇവർ AI എറേസിംഗ് അല്ല, ഇത് നോർമൽ ഒബ്ജക്റ്റ് എറേസിംഗ് ആണ്. കാരണം AI ആണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവേണ്ടതാണ്. ബട്ട് ഒന്നും ജനറേറ്റ് ആയിട്ടില്ല. സോ നോർമൽ ഒബ്ജക്റ്റ് എറേസർ പരിപാടി കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ ഗാലറിക്കകത്ത് ഒന്നിൽ കൂടുതൽ വീഡിയോ ഫയൽസ് ചൂസ് ചെയ്യുവാണെങ്കിൽ കണ്ടില്ലേ താഴെയായിട്ട് നിങ്ങൾക്ക് വ്ളോഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ആ ഒരു വ്ളോഗിൽ തൊട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചൂസ് ചെയ്ത ആ ഒരു വീഡിയോസ് എല്ലാം കൂടി ഇത് തന്നെ എഡിറ്റ് ചെയ്ത് നമ്മൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്ളോഗ് ആക്കി മാറ്റി തരും. കണ്ടില്ലേ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് ആ ഒരു വീഡിയോസൊക്കെ നല്ല രീതിയിൽ നമുക്ക് പല ഡിഫറൻറ്റ് സ്റ്റൈലുകളിൽ ജനറേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. നിങ്ങൾ പെട്ടെന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അത് വീഡിയോ ആയിട്ട് ഉടനെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ കൊള്ളാം. ഇനി അതേപോലെ വീഡിയോയിൽ ഒരു ഒബ്ജക്റ്റിനെ നിങ്ങളിങ്ങനെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അത് നമ്മൾക്ക് ഇതേപോലെ കട്ട് ഔട്ട് ആക്കി മാറ്റാം. ഇനി നിങ്ങളിപ്പോൾ സപ്പോസ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയാണ് റൈറ്റ് ആൻ ഇമെയിൽ ഫോർ ലീവ്, നിങ്ങൾ ആ ഒരു സാധനം ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ആസ്ക് AI എന്ന് വരും. സോ ഈ ആസ്ക് AI അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വേണ്ടി ആ ഒരു ഇമെയിലൊക്കെ ജനറേറ്റ് ചെയ്ത് തരും. അതും കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ഇനി ഏതെങ്കിലും സ്ക്രീനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സ്ഥലത്തുള്ള കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ ഇവരുടെ ഫോളാക്സ് എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് ഉണ്ട്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവരുടെ AI അസിസ്റ്റന്റ് ആണ് ഫോളാക്സ് വോയിസ് എന്ന് പറയുന്ന. ആൻഡ് ഫോളാക്സ് ട്രാൻസ്ലേറ്റ് ഉണ്ട്. അതിനകത്ത് ചാറ്റ് ട്രാൻസ്ലേഷൻ, പിന്നെ ഞാനിപ്പോൾ കാണിച്ച ഒരു സെർച്ച് ട്രാൻസ്ലേഷൻ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഈവൻ നിങ്ങൾക്ക് AI വാൾപേപ്പർ ജനറേഷൻ ഫീച്ചർ ഉണ്ട്. ഇതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് ഈ ഒരു AI വാൾപേപ്പർ ജനറേഷൻ എങ്ങനെയാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഇമേജിൽ നിങ്ങളുടെ ഫേസ് ഒക്കെ വെച്ചിട്ട് അവതാർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി തരുന്ന ഒരു പരിപാടി. ആകെ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്തുള്ള ഹാപ്റ്റിക് മോട്ടർ ഒരു ജിൽ എന്ന് പറഞ്ഞ ആ ഒരു ടൈപ്പ് ഓഫ് മോട്ടറാണ്. ഹാപ്റ്റിക്സ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ഡിവൈസ് IP548 ആണ്. സോ സ്പ്ലാഷ് റെസിസ്റ്റന്റ്. ആൻഡ് ഡിവൈസിന്റെ ഏറ്റവും താഴെയായിട്ടാണ് നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ
സ്കാനർ വരുന്നത്. ആൻഡ് സോ ഈ ഒരു ഫാസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. ആൻഡ് ഈ ഒരു ഡൈനാമിക് ഐലൻഡ് പോലെ വരുന്നുണ്ടോ, നിങ്ങൾക്ക് ഫേസ് അൺലോക്ക് പരിപാടി ഇതിനകത്തുണ്ട്. ഇതിൻ്റെ 12GB RAM 256GB വേരിയൻറ്റ് ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞ് ബാങ്ക് ഓഫറിന് ശേഷം വരുന്നത് 24,999 റുപ്പീസിനാണ്. 12GB 512GB വരുന്നത് നിങ്ങൾക്ക് 27,999 റുപ്പീസാണ് ബാങ്ക് ഓഫർ ഇൻക്ലൂഡ് ചെയ്ത്. ഡിവൈസ് റൺ ചെയ്യുന്നത് XOS 14.5-ലാണ്. ഇത് ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ഇതിനകത്ത് ചെറിയ രീതിയിൽ ബ്ലോട്ട് വേസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ആഹാ ഗെയിംസ്, ഫേസ്ബുക്ക്, അതേപോലെ ഇൻഫിനിക്സിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ കാണാം. ഇവൻ അവരുടെ പാം സ്റ്റോർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. 2 ഇയേഴ്സിൻ്റെ മേജർ ആൻഡ്രോയിഡ് അപ്ഗ്രേഡ്സും 3 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സുമാണ് പ്രോമിസ് ചെയ്യുന്നത്. സത്യം പറയാലോ, ഫോർ 25,000 പ്രൈസ് പോയിന്റ് ദിസ് ഇസ് ആക്ച്വലി എ വെരി ഗുഡ് വാല്യൂ ഫോർ മണി ഡിവൈസ്. ആകെ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ഇൻഫിനിക്സിൻ്റെ ഫോണാണ് എന്നുള്ളത് കൊണ്ട് എത്ര കാലം ഓടും എന്ന് പറയാനായിട്ട് പറ്റില്ല. 1 ഇയറിൻ്റെ വാറണ്ടിയാണ് തരുന്നത്. ഈവൻ വാറണ്ടിയൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ടൊരു കാൾ കെയർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനൊക്കെ ഇവർ ഇറക്കിയിട്ടുണ്ട്. സോ എൻ്റെ കൺക്ലൂഷൻ, ഫോർ ദിസ് പ്രൈസ് അത്യാവശ്യം നല്ലൊരു സ്പെസിഫിക്കേഷൻ കൊടുക്കുന്ന ഒരു വാല്യൂ ഫോർ മണി ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. അപ്പോൾ അത്രയുള്ള ഒരു വീഡിയോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്ന് ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.